ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 53 ധേനുകാസുരവധം. ഈ ദശകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗവാൻ ധേനുകാസുരനെ വധിക്കുന്നതാണ്. അങ്ങനെ ഭഗവാൻ യദുകുലനാഥൻ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിച്ചു. പശുക്കുട്ടികളുടെ പാലനം വിട്ട് പശുക്കളുടെ പരിപാലനം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ ഗോത്ര സംരക്ഷണം അവതാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രകടമാക്കിയ ലക്ഷ്യത്തിൽ നിന്ന് ഭിന്നമല്ല. ഗോത്രരക്ഷണമാണ് അവതാര ലക്ഷ്യം. ചൈതന്യ ദർശന സംരക്ഷണം ആ ഗോത്ര പരിപാലനം തന്നെയാണ്. ഒരു ദിവസം ബലരാമനോടൊത്ത് കൃഷ്ണൻ കാനനത്തിനുള്ളിൽ കടന്ന് കാനന ഭംഗി കണ്ടു നടന്ന് ധേനുക കാനനത്തിനകത്തേക്ക് കടന്നു. ധേനുകൻ എന്നു പേരുള്ള അസുരൻ വസിക്കുന്ന വനമാണത്. ആ അസുരനെ പേടിച്ച് ആരും ആ വനത്തിൽ പ്രവേശിക്കാറില്ല. ആ വനത്തിൽ നിറയെ താലവൃക്ഷങ്ങളാണ്. താലവൃക്ഷം എന്ന് പറയുമ്പോൾ പനവൃക്ഷങ്ങൾ, നിറയെ പഴുത്ത പഴങ്ങളുള്ള പനവൃക്ഷങ്ങൾ. അവിടെയുള്ളവർക്കൊക്കെ ഈ പഴം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ അസുരനെ പേടിച്ച് ആരും ആ വനത്തിലേക്ക് പ്രവേശിക്കാറില്ല. ഉയർന്നു നിൽക്കുന്ന പനവൃക്ഷത്തെ ബലരാമൻ ശക്തിയോടുകൂടി ഉലച്ചപ്പോൾ മൃദുവും ഖരവുമായ പനഫലങ്ങൾ നിലം പതിച്ചതോടൊപ്പം മൃദുവും ഖരവുമായ ധേനുകനും ചാടി വീണു. ധേനുക്കളെ പാലിക്കാൻ നിയുക്തനായ ഭഗവാൻ എങ്ങനെ ധേനുകനെ വധിക്കുമെന്ന് കരുതിയാവാം ആ കൃത്യം ബലരാമനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തോന്നും. തങ്ങളുടെ നാഥൻ്റെ വധത്തിൽ കോപിച്ച അനുചരന്മാർ ജംബുക വേഷമെടുത്ത് ഭഗവാന്റെയും ജ്യേഷ്ഠൻ്റെയും നേർക്ക് കുതിച്ചുയർന്നു. ജംബുകം എന്ന് പറഞ്ഞാൽ കുറുക്കനാണ് കേട്ടോ. കൃഷ്ണരാമന്മാർ അവരെ ഓരോരുത്തരെയായി ആ താലവൃക്ഷത്തിൽ എറിഞ്ഞ് കൊന്നു. അത് കണ്ട് ദേവന്മാർ ഇന്ന് ഭഗവാന്റെ അവതാരത്തിൻ്റെ പ്രയോജനമുണ്ടായി എന്നു പറഞ്ഞ് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ചിരി തൂകി. മാധുര്യവും രസവും കഴമ്പുമുള്ള താലഫലങ്ങൾ ആവോളം ഭക്ഷിച്ച് ഗൃഹത്തിലേക്കും കൊണ്ടുപോയി. ധേനുകവധം കേട്ട് ആനന്ദിച്ച ജനങ്ങൾ വനത്തിൽ നിന്ന് ധാരാളം മധുരഫലങ്ങൾ ഭക്ഷിച്ച് ഭഗവാനെ സ്തുതിച്ചു. ഭട്ടതിരിപ്പാട് രോഗം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 53 ധേനുകാസുരവധം. ശ്ലോകം 1. അദീത്യബാല്യം ജഗതാം പദേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായാം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അദീത്യ ബാല്യം ജഗതാം പദേ ത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനം ഉത്സവേന പ്രാവർത്തഥ ഗോഗണപാലനായാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അദീത്യ കഴിഞ്ഞിട്ട്, ബാല്യം ബാല്യകാലം, ജഗതാം പദേ ജഗത്തിൻ്റെ നാഥ, ത്വം അവിടുന്ന്, ഉപേത്യ പ്രാപിച്ചിട്ട്, പൗഗണ്ഡവയ കൗമാരപ്രായത്തെ, മനോജ്ഞം മനോഹരമായ, ഉപേക്ഷ്യ വേണ്ടെന്നു വെച്ചു, വത്സാവനം പശുക്കുട്ടികളുടെ രക്ഷണം, ഉത്സവേന സന്തോഷത്തോടുകൂടി, പ്രാവർത്തഥ പ്രവർത്തിച്ചു തുടങ്ങി, ഗോഗണപാലനായ ഗോപാലന കർമ്മത്തിൽ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അദീത്യ ബാല്യം, ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ജഗതാം പദേ ത്വമുപേത്യ, ജഗതാം പദേ ത്വമുപേത്യ, പൗഗണ്ഡവയോ, ണ്ട ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട, മൃദുവായിട്ട് പറയാനുള്ളതാണ്. മനോജ്ഞം, ജ ഞ എന്നാണ്, മനോജ്ഞം.
ഉപേക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വത്സാവനമുത്സവേന വത്സ എന്നുള്ളതിൻ്റെ സാന്നും ഉത്സവേന എന്നുള്ളതിൻ്റെ താസ ചേർത്ത് ചൊല്ലണം. പ്രാവർത്തഥ ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ഗോഗണപാലനായാം നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. അദീത്യ ബാല്യം ജഗതാം പദേ ത്വമുപേത്യ പൗകണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായാം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവ തീർണസ്തദേവ ദേവാരഭഥാസ്തദായത്. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രാണകൃതേവ തീർണ തദേവ ദേവാരഭഥാസ്തദായത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉപക്രമസ്യ ആരംഭത്തിൻ്റെ അനുഗുണ ഏവ ചേർന്നതു തന്നെ, യത് യാതൊന്നിൽ, തവ അവിടുത്തെ, സ ഇയം പ്രവൃത്തി അത്തരം ക്രീഡകൾ, ഗോത്ര പരിത്രാണ കൃതേ അവതീർണ ഭൂമിയുടെ രക്ഷണത്തിനു വേണ്ടി ജനിച്ച, ത്വം അവിടുന്ന്, തത് ആ കൗമാരാവസ്ഥയിൽ, തത് ഏവ ആ ക്രിയ തന്നെ, ആരഭഥ ആരംഭിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ പ്രവൃത്തി അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ഗോത്രാപരിത്രാണകൃതേവ തീർണസ്തദേവ ഗോത്രാപരിത്രാണകൃതേന്ന് നീട്ടിയിട്ട് വതീർണ ചേർത്ത് ചൊല്ലുമ്പോൾ സ്തദേവ നവും സാന്നും കൂടി വരും. ദേവ ആരഭഥാസ്തദ ആരഭഥ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും ചേർത്ത് ചൊല്ലുമ്പോൾ സ്തദ നാവും യത് അങ്ങനെ നിർത്താം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവ തീർണസ്തദേവ ദേവാരഭഥാസ്തദായത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.